വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഓൺലൈനായി പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് ആർ ശ്രീലേഖ ഇറങ്ങിപ്പോയതാണ് ഇന്നത്തെ ദിവസത്തെ മറ്റൊരു വാർത്ത. പ്രസംഗത്തിൽ ശ്രീലേഖയുടെ പേര് പരാമർശിക്കാത്തതിലായിരുന്നു പ്രതിഷേധം. രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് മാത്രമാണ് ജയശങ്കർ പ്രസംഗത്തിൽ പറഞ്ഞത്. പുറത്തിറങ്ങിയ ശ്രീലേഖയെ നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ചു. തുടർന്ന് പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് അവർ മടങ്ങിയത്. എന്നാൽ ഇറങ്ങിപ്പോയെന്ന വാർത്ത ആർ ശ്രീലേഖ പാടെ നിഷേധിച്ചു. മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് നടന്ന ബിജെപിയുടെ പരിപാടിയാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. പരിപാടിയിൽ 2 സ്ഥാനാർത്ഥികൾ പങ്കെടുത്തിരുന്നു, രാജീവ് ചന്ദ്രശേഖറും ആർ ശ്രീലേഖയും. പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമാണ് പറഞ്ഞത്, രാജീവ് ചന്ദ്രശേഖറിന്റേത്. ഇക്കാര്യത്തിൽ വേദിയിൽ വെച്ച് തന്നെ ശ്രീലേഖ അതൃപ്തി പരസ്യമാക്കി. പിന്നാലെ പരിപാടി വിട്ട് പുറത്തേക്ക്. ശ്രീലേഖ എവിടെയെന്ന വേദിയിലുള്ള ആളുകൾ ചോദിക്കുന്നത് പുറത്തു വന്നിട്ടുണ്ട്. അനുനയിപ്പിക്കാനെത്തിയ നേതാക്കളെ അതൃപ്തി അറിയിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പുറത്തു നിന്ന ആളുകൾ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വാർത്തയായതിന് പിന്നാലെ ശ്രീലേഖയുടെ പ്രതികരണം എത്തി. എല്ലാ പഴിയും മാധ്യമങ്ങൾക്ക്. ചേട്ടാ, ഞാനും സോമൻജിയും കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സഹോദരനും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് വേണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വൈ ഡു ദ മീഡിയാസ് ജനങ്ങളുമായിട്ട് എന്തുവാ പ്രശ്നം? ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ ഗുണം? നാണമില്ലേ ഒളിച്ചിരുന്ന ഒരു സഹോദരിയും കൂടെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ എടുക്കാനും എനിക്ക് പത്രക്കാരെ കുറിച്ച് വളരെയധികം മോശം അഭിപ്രായമേ ഉള്ളൂ. ഇപ്പം തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുമ്പോൾ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരം പെരുമാറ്റങ്ങൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ബിജെപി നേതാക്കൾക്കുണ്ട്. ഇക്കാര്യം നേതാക്കൾ ശ്രീലേഖയെ അറിയിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.